ഞാൻ മന്ത്രിയെ കണ്ടപ്പോൾ പറഞ്ഞൊരു കാര്യം, ലോകത്തിലെ ഏറ്റവും മോശം ബസ് സ്റ്റേഷനുകളിലൊന്ന് അത് എറണാകുളം KSRTC ആയിരിക്കുമെന്നുള്ളതാണ്. VP ജോയ് IAS ആണ് ഈ ഐഡിയ കൊണ്ടുവന്നത്, ഭൂമി സ്വാപ്പിങ്ങിൻ്റെ. അദ്ദേഹം ഒരു എറണാകുളംകാരനാണ്. വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട് ഞാൻ അന്ന് പറഞ്ഞു, ഇത് നടക്കത്തില്ല. മന്ത്രി പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞങ്ങൾക്ക് ഈ 13 കോടി രൂപ അനുവദിച്ചത്. നിരന്തരമായി നെഗറ്റീവ് ന്യൂസ് മാത്രം വരുന്ന ഒരു സ്ഥാപനം, ഒരു ബസ് സ്റ്റേഷൻ. ഞാൻ മന്ത്രിയെ കണ്ടപ്പോൾ പറഞ്ഞൊരു കാര്യം, ലോകത്തിലെ ഏറ്റവും മോശം ബസ് സ്റ്റേഷനുകളിലൊന്ന് അത് എറണാകുളം KSRTC ആയിരിക്കുമെന്നുള്ളതാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഞാൻ MLA ആയിരിക്കുമ്പോൾ പുതിയ സ്റ്റേഷന് 2 കോടി രൂപ MLA ഫണ്ടിൽ നിന്ന് പൊതുജനങ്ങളുടെ ഫണ്ട് നൽകിയതാണ്. പക്ഷേ അത് KSRTCയുടെ തന്നെ എൻജിനീയറിംഗ് വിങ് അത് പണിത് കുളമാക്കി, അതിരുന്ന് പോയി. സ്ട്രക്ചറൽ എൻജിനീയേഴ്സും എക്സ്പേർട്സൊക്കെ വന്ന് അതിനി പൊളിച്ചു കളയണമെന്ന റിപ്പോർട്ടാണ് കൊടുത്തത്. ഇത് പൊളിച്ചു കളയാതെ പുതിയതിന് പണം അനുവദിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നു. ഞാൻ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ, അതിനു മുമ്പ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ആര്യാടൻ മുഹമ്മദ് മന്ത്രിയായിരുന്നപ്പോൾ തുടങ്ങിയ പദ്ധതിയാണ്. പിന്നീട് മന്ത്രി വന്നതിന് ശേഷം ഇത് പൊളിച്ചു കളയാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളോട്, വിജിലൻസിൻ്റെ ഡയറക്ടറിനെ അടക്കം വിളിച്ച് ശുപാർശ ചെയ്തിട്ടാണ് അത് പൊളിക്കാൻ സാധിച്ചത്. ഏതായാലും എനിക്ക് ആദ്യമായി ഇതിനെ അഭിനന്ദിക്കേണ്ടത് നിരന്തരമായ യൂട്യൂബർമാരുടെയും നിരന്തരമായ ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെയും വലിയ തെറിവിള് കേട്ടിട്ട് ഇതിൽ നിന്ന് പിന്നോട്ട് പോകാതെ ഇത് നിരന്തരമായി ഇതിനു വേണ്ടി ഇടപെട്ട എറണാകുളത്തിൻ്റെ MLA ശ്രീ TJ വിനോദിനെ ഹൃദയപൂർവ്വം ഞാൻ അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കുക. മന്ത്രി ഇവിടെ വന്ന് സന്ദർശിച്ചിട്ട്, ഞാൻ VP ജോയ് IAS ആണ് ഈ ഐഡിയ കൊണ്ടുവന്നത്, ഭൂമി സ്വാപ്പിങ്ങിൻ്റെ. അദ്ദേഹം ഒരു എറണാകുളംകാരനാണ്. വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട് ഞാൻ അന്ന് പറഞ്ഞു, ഇത് നടക്കത്തില്ല. ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭൂമി, അത് KSRTCയുടെ ഭൂമി ഇവിടെയും വൈറ്റില ജംഗ്ഷനിൽ മൊബിലിറ്റി ഹബിൻ്റെയും, രണ്ടിൻ്റെ വാല്യുവേഷൻ തന്നെ വളരെ വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് എക്സ്ചേഞ്ച് ചെയ്യുക എന്ന് പറയുന്നത് എളുപ്പമുള്ള ഒരു കാര്യമായിരിക്കില്ല. സാങ്കേതികമായ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിലും മന്ത്രി ഇവിടെ വന്ന് സന്ദർശിച്ച് റോഡ് നിർമ്മാണമെല്ലാം പറഞ്ഞു. ശ്രീ ബിജു പ്രഭാകർ IAS അതിന് വളരെ പോസിറ്റീവായി ഇടപെട്ടു. പക്ഷേ പല ഉദ്യോഗസ്ഥരുടെയും ഇടപെടൽ കൊണ്ട് അത് നടക്കില്ല എന്ന് ഏകദേശം ഉറപ്പായി. ഞാനും MLAയും മേയറും കൊച്ചി സ്മാർട്ട് സിറ്റി മിഷൻ ലിമിറ്റഡിൽ നിരന്തരമായ ഇടപെടൽ. 50 കോടി രൂപയാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്, പക്ഷെ 12 കോടി രൂപ അനുവദിച്ചു. ആ പണം ലാപ്സായി പോയി. ആ പണം ലാപ്സായി പോയതിന് ശേഷമാണ് മന്ത്രി എന്നോട് അന്ന് ഇവിടെ സന്ദർശിച്ചിട്ട് ശ്രീ TJ വിനോദിനോട് പറഞ്ഞു, ഇങ്ങനെ വെള്ളം കയറാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ശരിയാക്കിയിട്ടുണ്ട്, ഞാൻ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. നമ്മൾ ചെറിയ അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്താൽ ഈ വെള്ളം സ്റ്റാൻഡിലേക്ക് കയറാതിരിക്കാൻ ശ്രമിക്കും. ഞങ്ങളെ സംബന്ധിച്ച് ഒരുപാട് നൊസ്റ്റാൾജിയുള്ള സ്ഥലമാണ്. ഞങ്ങൾ KSU പ്രസിഡന്റ്, ജില്ലാ പ്രസിഡന്റും സംസ്ഥാന പ്രസിഡന്റായൊക്കെ ഇവിടെ നിന്നാണ് തിരുവനന്തപുരത്ത് പോകുന്നത്. ഒരു വെള്ളക്കുഴിയാണ്. വെള്ളത്തിൽ കാലിട്ട് ഇവിടുത്തെ ബെഞ്ചിലിരുന്നിട്ടാണ് യാത്ര ചെയ്യുന്നത്. ഈ തോട്ടിലെ ഏറ്റവും മലിനസമായ വെള്ളമായിരുന്നു ഇവിടെ കയറിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇന്ന് ഏറെ സന്തോഷം പകരുന്നൊരു ദിവസം. ഞാൻ മന്ത്രി പറഞ്ഞപ്പോഴും ഇത് നടക്കുന്നത് കരുതിയതല്ല. കാരണം ഈ കാണപണിയുക, ഇത് പൊക്കുക, അതിൻ്റെ താഴെ കൂടി വെള്ളം പോവുക എന്നൊക്കെ പറഞ്ഞത് ഞാൻ അപ്പോഴും എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷേ മന്ത്രി ഒരു പ്രത്യേക സ്വഭാവക്കാരനാണ്. ചിലപ്പോൾ ഉദ്യോഗസ്ഥരായിട്ട് വളരെ പച്ചയ്ക്ക് തന്നെ കാര്യങ്ങൾ പറയും. ചില മന്ത്രിമാരോടും ചിലപ്പോൾ കയർത്ത് സംസാരിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ വേറെ ഒന്നുകൊണ്ടല്ല, മന്ത്രി പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞങ്ങൾക്ക് ഈ 13 കോടി രൂപ അനുവദിച്ചത്. മന്ത്രി KSRTCയുടെ ഐശ്വര്യമായി നിലനിൽക്കട്ടെ എന്ന് ഞാൻ പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ പടം എവിടെയെങ്കിലുമൊക്കെ വയ്ക്കും. ഒന്നുമില്ലെങ്കിലും തകർന്നു പോയ മുങ്ങിയ കപ്പലിൽ നിന്ന് ശമ്പളം കൊടുക്കാനെങ്കിലും അദ്ദേഹം തയ്യാറായി എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. ഈ ഡിപ്പാർട്ട്മെൻറ്റ് നിലനിർത്തുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. വിനോദ് ഒരുപാട് കമ്പനികളെ കണ്ട് CSR ഫണ്ട് വിനിയോഗിച്ച് അതിൻ്റെ പരിപൂർണമായ ഇടപെടൽ നടത്തിയിട്ടാണ് ഇത് ഈ ഒരു കോലത്തിലാക്കിയെടുത്തത്.
പക്ഷേ ഇത് ഒരു താൽക്കാലിക ശമനമാണ്. പുതിയ കെട്ടിടം അവിടെ ഉയരും. നമ്മൾക്കെല്ലാം വലിയ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കാം. ഇതുമായി സഹകരിച്ച ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ KB ഗണേഷ് കുമാറിനും ശ്രീ TJ വിനോദ് MLAയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ്.